കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ ജനവിധി തേടുന്ന 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും മുന്നിൽ മലനാട് വികസന സമിതി മണ്ഡലത്തിലെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി എന്താണ് ഭാവി പദ്ധതികളും ആസൂത്രണങ്ങളും എന്നത് സംബന്ധിച്ച് ചർച്ചാവേദി സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥികളായ ഷൈജി ഓട്ടപ്പള്ളി, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, എം ബൽരാജ് എന്നിവർ സംവാദത്തിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ ജനവിധി തേടുന്ന 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും മുന്നിൽ മലനാട് വികസന സമിതി മണ്ഡലത്തിലെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി എന്താണ് ഭാവി പദ്ധതികളും ആസൂത്രണങ്ങളും എന്നത് സംബന്ധിച്ച് ഒരു ചർച്ചാവേദി സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥികളായ ഷൈജി ഓട്ടപ്പള്ളി, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, എം ബൽരാജ് എന്നിവർ സംവാദത്തിൽ സംബന്ധിച്ചു. മലനാട് വികസന സമിതി ചെയർമാൻ ആർ സൂര്യനാരായണ ഭട്ട്, ജനറൽ സെക്രട്ടറി ബി അനിൽകുമാർ, ട്രഷറർ അജി ജോസഫ്, സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എ കെ ശശി, രാജീവ് തോമസ്, കെ യു കൃഷ്ണകുമാർ, അബു താഹിർ എന്നിവരും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളായ സതീശൻ, സജി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തു. സ്വപ്ന പദ്ധതിയായ കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽവേ ലൈൻ, ഹോസ്ദുർഗ പാണത്തൂർ മടിക്കേരി ഭാരത്മാല റോഡ് എന്നിവ സംബന്ധിച്ച് എന്താണ് തുടർ പ്രവർത്തനങ്ങളെന്നും സ്ഥാനാർത്ഥികളായ നിങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ എന്താണ് എന്നും ചർച്ചയിൽ ചോദ്യമുയർന്നു. സംസ്ഥാന പാത 4 വരി പാതയാക്കുന്ന പദ്ധതിയിൽ മലനാട് വികസന സമിതി നൽകിയ മെമ്മോറാണ്ടത്തിന്റെ തുടർ നടപടിയായ പ്രാഥമിക നടപടികൾ തുടങ്ങിയ HP റോഡ് പദ്ധതി, പാണത്തൂർ KSRTC സബ് ഡിപ്പോ, മലയോര മേഖലയിൽ ഫയർ സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി വികസനം, മാവുങ്കാൽ കാഞ്ഞങ്ങാട് ഗതാഗത കുരുക്ക്, ബൈപ്പാസ് 1 വേ സൗകര്യം, കണക്ടിവിറ്റി റോഡുകളും ബൈപ്പാസ് റോഡുകളും BMBC ലെവൽ നവീകരണം, ഗ്രാമീണ ടൂറിസം, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ മണ്ഡലത്തിലെ എല്ലാ വിഷയങ്ങളും, ഭാവി വികസന കാഴ്ചപ്പാടുകൾ, പുരോഗമന ആശയങ്ങൾ എന്നിവ സംബന്ധിച്ചും ചർച്ചയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ മറുപടി പറഞ്ഞു. നമുക്ക് ഈസി ആയിട്ട് ഈ തീരദേശവും നമ്മുടെ നാടിന്റെ മലയോര മേഖലയും രണ്ടും ഈ മണ്ഡലത്തിൽ നോക്കണം. മറ്റത് കോട്ടയം ജില്ലയിലെ എല്ലാം സ്ഥലത്തും കൂടി കിടക്കുന്നത്. കോവളം എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് ഏറ്റുമാനൂർ മണ്ഡലമാണെങ്കിൽ മറ്റേത് അവിടെ കിടക്കുന്നത് ഇടുക്കിയാണ്, ഇടുക്കിയുടെ ബോർഡറാണ്. ഇവിടെ നമുക്ക് ഒരു മണ്ഡലത്തിൽ തന്നെ തീരദേശവുമുണ്ട് മലയോരമുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് നല്ല രീതിയിലൊരു ടൂറിസം കോറിഡോർ ആയിട്ട് ഈ കാഞ്ഞങ്ങാടിനെ മാറ്റുവാൻ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് വാക്ക് തരികയാണ്. ഈ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലൂടെ തന്നെ പോകുന്ന ഒരു പാതയാണ്. അപ്പൊ അതിന്റെ ഏത് തരത്തിലുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പൂർണ്ണമായി സഹകരിക്കും, പിന്തുണയുണ്ടാകും. അന്ന് ഞാൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ആ യോഗത്തിനും തുടർന്നുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ ഇതിലൊക്കെ പങ്കെടുത്തതാണ്. ഇപ്പൊ സമീപകാലത്ത് ആ നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ ആലോചന യോഗങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എന്നാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് ഈ പ്രദേശത്തിന്റെ ഒരു പല കാര്യത്തിലും രാഷ്ട്രീയ പ്രശ്നമായാലും പൊതു വികസനത്തിന്റെ കാര്യത്തിലായാലും ഒരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അപ്പൊ അതിന്റെ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു സംസ്ഥാന MLA ആയി വരിക എന്ന് പറഞ്ഞാൽ സംസ്ഥാനം അങ്ങനെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ നിലയിലുള്ള ഇടപെടൽ തീർച്ചയായും നടത്തും. ഈ നിയമസഭാ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി NDA സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കൂ. കാണിയൂർ പാത നമ്മൾ ഈ ടേം വരുന്ന 5 വർഷമല്ലേ, അതിൽ 2 വർഷം കൊണ്ട് തന്നെ നമ്മൾ ആ പണി തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കും. അതേപോലെ തന്നെ കാഞ്ഞങ്ങാട് മടിക്കേരി നാഷണൽ ഹൈവേയുടെ പദ്ധതി, ഭാരതമാല പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ? നിതിൻ ഗഡ്കരിനെ ഇപ്പൊ തന്നെ കാണാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ശ്രദ്ധയിൽ അതുണ്ട്, ഓൾറെഡി ഉണ്ട്. എന്നാലും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഒരു സീറ്റ് സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും. തെരഞ്ഞെടുപ്പിന് ശേഷം മലനാട് വികസന സമിതിയെ ഉൾപ്പെടെ ചേർത്ത് നിർത്തി കാഞ്ഞങ്ങാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഒരുമിച്ച് മുന്നോട്ടു പോകുമെന്ന് സ്ഥാനാർത്ഥികളായ ഷൈജി ഓട്ടപ്പള്ളി, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, എം ബൽരാജ് എന്നിവർ ഉറപ്പു നൽകി. ആർ സൂര്യനാരായണ ഭട്ട് ഓപ്പൺ ഫോറത്തിൽ അധ്യക്ഷത വഹിച്ചു. രാജീവ് തോമസ് സ്വാഗതം പറഞ്ഞു. ബി അനിൽകുമാർ മോഡറേറ്ററായി. അജി ജോസഫ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.